മറ്റ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിൽ നിന്നും ലെഡ്ജർ വ്യത്യസ്തമാക്കുന്നത് ലെഡ്ജർ ഡാഷ്ബോർഡ് തന്നെയാണ്. ഇതിൽ നമുക്ക് ഒരു ഡയഗ്രം, അതുപോലെ തന്നെ സെയിൽസ്, പർച്ചേസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന ടോട്ടൽ എക്സ്പെൻസുകളും അതുപോലെ പ്രോഫിറ്റ് എന്നിവ കാണാനായിട്ട് സാധിക്കും. ഇത് ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ബിസിനസിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ഇനി എത്രത്തോളം നമുക്ക് മുന്നേറാനുണ്ട്, നമ്മുടെ ഇതിന്റെ ഒരു അനാലിസിസ് എന്നിവ നടത്തുന്നതിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഡാറ്റാസിന്റെയും ഒരു കോംപ്രഹെൻസീവ് ഫോം തന്നെയാണ്. ഇപ്പോൾ സെയിൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും പർച്ചേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് എത്രത്തോളം ടോട്ടൽ ആയിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ അതിന്റെ ഒരു ചാർട്ട് അത് നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ ഇവിടെ AI ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഈ AI യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഒരു ഓവറോൾ വ്യൂ നമുക്ക് എത്രത്തോളം ഈ ഒരു പെർഫോമൻസ് മുന്നേറാൻ സാധിക്കും, നമ്മൾ എത്രത്തോളം പ്രോഫിറ്റ് നേടി, അതുപോലെ ഇനി എത്ര സെയിൽസ് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് എന്നിവ ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്കിതിലെ മറ്റൊരു ഫീച്ചർ ആയിട്ട് വരുന്നത് കമ്പാരിസൺ ആണ്. ഇവിടെ നമുക്ക് രണ്ട് ഫിനാൻഷ്യൽ ഇയേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ നമുക്കത് ക്വാർട്ടർലി ആയിട്ട് കമ്പയർ ചെയ്യാം, ഹാഫ് ഇയർലി ആയിട്ട് കമ്പയർ ചെയ്യാം, അതുകൂടാതെ ഇയർലി ആയിട്ട് തന്നെ നമുക്ക് കമ്പയർ ചെയ്യാം. ആദ്യത്തെ കമ്പയർ എന്നുള്ള ഫോമിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ രണ്ടാമത്തേതിൽ മറ്റൊരു ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള കമ്പാരിസൺ, സെയിൽസിൽ നമുക്ക് എത്ര വ്യത്യാസം വന്നിട്ടുണ്ട്, പർച്ചേസിൽ എത്ര വ്യത്യാസം വന്നിട്ടുണ്ട്, പ്രോഫിറ്റിൽ എങ്ങനെയാണ് നമുക്ക് വ്യത്യാസം, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നമ്മൾ എത്രത്തോളം മുന്നേറിയിട്ടുണ്ട്, ഏതിലൊക്കെയാണ് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ളത് എന്നീ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിന്റെ ഈ ഒരു ഡയഗ്രാം കൂടി കാണുന്നതിലൂടെ നമ്മുടെ പെർഫോമൻസ് അനാലിസിസ് വളരെ ഈസി ആയിട്ടും, അതുപോലെ തന്നെ അക്കൗണ്ടൻസിനും മാനേജേഴ്സിനും ഇതിലൂടെ ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ മുൻപോട്ടുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിലും മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ലെഡ്ജർ എക്സിന്റെ ബിസ് വ്യൂ അല്ലെങ്കിൽ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ഇതിലൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ തന്നെയാണ്.